ഗൾഫ് നാടുകളിൽ ഉടനീളം ജനസമ്പർക്ക പരിപാടിയുമായി ചുറ്റിക്കറങ്ങുന്ന മുഖ്യമന്ത്രി വല്ലാതെ പരിഭ്രാന്തനാണ്. അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ച ഒരു സ്വപ്നമിതാ, ബാപ്പുജി മാപ്പ്. പ്രിയമുള്ളവരെ, 100 ദിവസം കൊണ്ട് മല മറിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ അധികാരത്തിൽ വന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 100 ദിവസം കൊണ്ട് മല മറിക്കാൻ ഞാനൊരു കത്തനാരോ ഹനുമാനോ അല്ല. ഞാൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഓടി നടന്ന് ഈ പരാതികളൊക്കെ ഞാൻ സ്വീകരിക്കും. പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു 5 വർഷം കൂടി എനിക്ക് വേണം. ചുരുക്കി പറഞ്ഞ അടുത്ത മുഖ്യമന്ത്രിയും ഞാൻ തന്നെ ആയിരിക്കണം. അത് എൻ്റെ ഒരു ആഗ്രഹമല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഞാൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ളത്. അതങ്ങ് പുതുപ്പള്ളി പോയി പറഞ്ഞാ മതി. അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെ. അതെങ്ങനെ ശരിയാവും? അങ്ങ് ജയിക്കുമ്പോൾ പാർട്ടി നോക്കും, പാർട്ടി ജയിക്കുമ്പോൾ അങ്ങ് നോക്കും, പിന്നെ അങ്ങ് എങ്ങനെ മുഖ്യമന്ത്രിയാവും? ഇത്തവണ ഞാനും പാർട്ടിയും ഒരുമിച്ചു ജയിക്കും. അതിനൊക്കെയുള്ള ചില കളികൾ ഞാൻ കളിക്കുന്നുണ്ട്. കളിച്ചോ? കളിച്ച ഗോൾ പോസ്റ്റിന്റെ അടുത്തെത്തുമ്പോ ആ പിണങ്ങാറായി കയറി ഗോൾ അടിച്ചേക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനിപ്പോൾ വന്നത് മുഖ്യമന്ത്രി പരാതി സ്വീകരിക്കുന്നു എന്നറിഞ്ഞു. എനിക്കും തരാനുണ്ടൊരു പരാതി. അച്ചുമാവന്റെ പരാതിക്ക് ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം കണ്ടെത്താം. അതിങ്ങോട്ട് തന്നേര്. ഇന്നാ പിടിച്ചു, പരിഹാരം കാണണേ. എന്ത്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ? ഇത് നടക്കത്തില്ല. ഇത് ഈ പരാതി ചവിട്ടോട്ടെ കിടക്കട്ടെ. കണ്ടില്ലേ ജനങ്ങളെ, ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പരാതിയും ഇയാൾ പരിഗണിക്കുന്നത്. ഒരു ജനസമ്പർക്കം നടക്കുന്നു. അച്ഛാ അച്ഛാ, ബഹുത് അച്ഛാ. हे क्या बोलती तुम? हे क्या मैं बोलूं? സും സുന ആദിക്ക് കണ്ടല്ല. കയെങ്കി നായെങ്കി നാച്ചെങ്കി മിച്ചെങ്കി എന്തൊക്കെയാണെന്ന് എനിക്കൊരു പിടിയില്ല. എടോ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാനിപ്പോ കേന്ദ്രത്തിലും കർണാടകയിലുമായതുകൊണ്ട് ഹിന്ദിയും കർണാടകയും മാത്രമേ വരൂ. എന്റെ പേര് തന്നെ പരിഷ്കരിച്ചില്ലേ? എന്താണത്? അന്തപ്പലു. കൊള്ള, തനിക്ക് പറ്റിയ പേര്. ആട്ടെ, തനിക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ ഗുണമുണ്ടായിടൂ? ഹിന്ദി നന്നായിട്ട് പഠിച്ചു. ഈ ഹിന്ദി താൻ എന്താ പഠിച്ചത്? ഹം വെച്ച ഹോ വെക്കണം, മേം വെച്ച ഹും വെക്കണം. അപ്പോൾ ആപ്പ് വെച്ചാലോ? അപ്പൊ തന്നെ തിരിച്ചു വെക്കും. കഴിഞ്ഞ 3.5 വർഷം ഭരിച്ചിട്ട് എനിക്കറിയാൻ വയ്യാത്തത് അതായിരുന്നു. അതേതായാലും നന്നായി. ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് പഠിപ്പിച്ചേക്കണം കേട്ടോ. കാരണം എനിക്ക് ഇവിടെ ചില ആളുകൾക്കിട്ടൊക്കെ ഒന്ന് ആപ്പ് വയ്ക്കാനുള്ളതാ. ചാണ്ടിച്ചു, അപ്പച്ചട്ടിയിൽ ഐസ്ക്രീം വറക്കല്ലേ. പിന്നെ പറയുന്നു ഐസ്ക്രീം. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു. നിക്ക് തൊമ്മൻ അവിടെ നിൽക്കി. ഈ ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോ ഈ മനുഷ്യൻ ഓടിക്കളയുന്ന. അച്ചുമാമ, ഐസ്ക്രീം കാ പ്രോബ്ലം ക്യാ ഹേ? ഐസ്ക്രീം അച്ചാ ഹേ, പക്ഷേ അത് കഴിച്ച പെൺകുട്ടി അമ്മാഹേ. നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ട്, അത് മറക്കരുത്. മുകളിലല്ല, ഞാൻ മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട്. ए मेरा भाई, क्या समाचार? मेरा दोस्त अदपलू, मेरे दोस्त कहते कुलते कहते हैं. അല്ല, അങ്ങക്ക് ഇതെന്ത് പറ്റി? മുമ്പ് എന്നെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടിരുന്ന അങ്ങ് ഇപ്പോഴെന്താ ഇത്ര വലിയ സ്നേഹപ്രകടനം?
അന്ന് താൻ മുഖ്യമന്ത്രി ആയിരുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ആയിരിക്കുന്നുവോ അയാളായിരിക്കും എന്റെ ശത്രു. അപ്പോൾ അടുത്ത 5 വർഷം ഞാനായിരിക്കും തന്റെ ശത്രു അല്ലേടോ? ആ പൂതി തന്റെ മനസ്സിലിരിക്കട്ടെ. എന്റെ ശത്രു ആകാനും വേണോടോ ഒരു യോഗം. അല്ല, അങ്ങയോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? എടോ വന്നപ്പാ, ഇനിയൊരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല. എന്റെ മക്കൾക്കാണെങ്കിൽ അതിനുള്ള യോഗവും ഇല്ല. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്. താനായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി. എന്റെ കർത്താവേ, ദേ ഞാനില്ലേ? ഓടുന്നത് കണ്ടില്ലേ? ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് പേടിക്കും. അല്ല, അങ്ങയുടെ മകൻ ഈ ചുള്ളൻ എന്താ ഒന്നും ഉണ്ടാതിരിക്കുന്നത്? അതെ, നിനക്കിത് എന്തു പറ്റി? അവൻ എന്നെ ധിക്കരിച്ച് പലതും വിളിച്ചു പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും ഫലമാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. ഇനി എന്നോട് ചോദിക്കാതെ അവൻ വാ തുറക്കില്ല. അച്ഛാ അച്ഛാ, ഞാനൊരു കോട്ടുമായിട്ടോട്ടെ? ആ, പെട്ടെന്ന് വേണം. നിർത്തു. കണ്ടില്ലേ, ഒരു കോട്ടുവായിടാൻ പറഞ്ഞപ്പോൾ അവൻ വായ ഇത്രയും പൊളിച്ചു. അപ്പൊ അവന് സംസാരിക്കാൻ അവസരം കൊടുത്താലോ? ആ നിമിഷം അവൻ തന്നെ തള്ളിപ്പറയും. ഇപ്പൊ തള്ളിയില്ലല്ലോ, പറഞ്ഞതല്ലേ ഉള്ളൂ. തല്ലു പുറകെ വരുവടൂ. എന്താന്ന്? ഏയ്, അല്ല, അങ്ങ് സുഖമില്ലാത്തതല്ലേ? അങ്ങ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അങ്ങക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? എന്നെ എങ്ങനെ ആരും കെടുത്താൻ നോക്കണ്ട. ഞാൻ പഴയതിലും കരുത്താർജിച്ചു വരികയാണ്. പിരിഞ്ഞു പോയ പലരും ഇപ്പൊ എന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗാധരനും സുധാകരനും ഒക്കെ ഇപ്പൊ എന്നോടൊപ്പം ഉണ്ടോ. എടോ, നേരെ ഓപ്പോസിറ്റാണ് എന്റെ അവസ്ഥ. എന്റെ കൂടെ നിന്നവരെല്ലാം പിണങ്ങിപ്പോകുകയും പിണങ്ങാറായി നിൽക്കുകയുമല്ലേ. അല്ല, മുഖ്യനെന്താ ഇവിടെ വല്ല ഗുണ്ടകളെയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോടൂ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത്? ദാ തല്ലുകൊള്ളാൻ സണ്ണിത്താനും പി തങ്കപ്പനും വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, കുചേലനെ പോലെ സണ്ണിത്താന്റെ കക്ഷത്ത് എന്താണോ ഒരു പൊതി? അവലോ മലരോ അതോ മലരമ്പോ? അവളും മലരൊന്നുമല്ല, ഡബിൾ മുണ്ട്. ഇത് ഏതാക്കള് കൂടുന്നിടത്ത് എപ്പോഴാ എന്റെ മുണ്ട് പറിക്കാന്ന് അറിയില്ല. അതിനൊരു സ്റ്റെപ്പിന് കരുതിയതാ. അതൊക്കെ പോട്ടെ, താനിപ്പോ എന്തിനാ ഇയാളുടെ കൂടെ വന്നത്? അല്ല, ഇവര് രണ്ടുപേരും കൂടുന്നിടത്ത് എന്തായാലും തല്ലുണ്ടാവും, ആ കാര്യം ഉറപ്പാ. അതിന് തടസ്സം പിടിക്കാൻ വന്നതാ. എന്നിട്ട് എന്നെ തല്ലിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ തടസ്സം പിടിക്കാൻ. ആര് പറഞ്ഞു? ഞാൻ വന്ന് വട്ടം പിടിച്ചില്ലേ? ആ സമയത്ത് ഏതോ ഒരു വട്ടൻ എന്നെ പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. അത് താനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അല്ല, തല്ല് കിട്ടിയാലെന്താ? തനിക്ക് KPCC കിട്ടിയില്ലേ? മിണ്ടായിടാ, ഇതാ നിന്റെ കുഴപ്പം. ഏതു നേരം മണ്ടത്തിലേക്ക് വിളിച്ചു പറയും. ഞാൻ ചോദിക്കാം, തല്ലി കിട്ടിയാൻ തരുമോ? തനിക്ക് KPCC കിട്ടിയില്ലേ? വെറുതെ കിട്ടിയതല്ലോ KPCC. തങ്കപ്പൻ തലകുത്തി ചന്തയ്ക്ക് പോയപ്പോ തങ്കമ്മ പറ്റത് തവളക്കുഞ്ഞ്, അത് പഴയ കഥ. ഈ തങ്കപ്പൻ തലകുത്തി ഡൽഹിക്ക് പോയപ്പോ അമ്മച്ചി തന്നതാണ് എനിക്ക് KPCC. അച്ഛാ, ഞാനും തലകുത്തി ഒന്ന് ഡൽഹിയിലോട്ട് പോയാലോ? നിർത്തടാ, പാവത്തടാ, പൊത്തടാ. ആ, ആദ്യം നീ സ്വന്തം കാലിൽ നടക്കാൻ പഠിക്ക്. എന്നിട്ട് മതി തലകുത്തി ഡൽഹിക്ക് പോകാൻ. ആരും ഡൽഹിക്ക് പോകണ്ട. ഞാൻ ഡൽഹിയിൽ പോയി കണ്ട് എല്ലാ മോണിയാജിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും നാൾ അവരൊന്നും ധരിക്കാതെയാണോടു നടന്നത്? അയ്യോ, ഞാൻ അറിയാതെ ചിരിച്ചുപോയി. എടോ, താൻ ആരെ കുറിച്ചാ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? താൻ പോടൂ. ആരും ബഹളം ഉണ്ടാക്കല്ലേ? താൻ മിണ്ടണ്ട, താൻ അവിടുന്നും പോടൂ. താൻ പോയോ? എടോ, വാ പോയ വാക്കെത്തിയ ഞാൻ പലതും പറയും. അതെ, നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി ചാവാതെ ഒന്നിച്ചു നിൽക്ക്. ഇവിടെ സവർണരും അവർണരും ഒന്നിക്കാൻ പോവുക. അങ്ങനെ വന്നാൽ ഒരു മൂന്നാം മുന്നണി ഇവിടെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഇരു രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ, ഊഞ്ഞാറാടേണ്ടി വരും. അതുകൊണ്ട് എന്നെ ഒതുക്കാൻ നോക്കിയ ആ മിടുക്കുണ്ടല്ലോ, അത് അവരെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കും. ആ പറഞ്ഞത് വാസ്തവാണ്. അവരെ റോളർ ഒതുക്കണ മാതിരി ഒതുക്കണം. അങ്ങനെ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ഇവിടെ സാമൂഹ്യ നീതി ഉറപ്പ് വരുത്തിയേ പറ്റൂ. അല്ല, വന്നല്ലോ വെള്ളാരപ്പിള്ളി. അച്ചുമാമ, ആ പാട്ട് അങ്ങനെയല്ല. വന്നല്ലോ വെള്ളാരപ്പിള്ളി, വെള്ള വസ്ത്രങ്ങള് മഞ്ഞയാക്കാൻ. ലാലാ 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 ലാ, ലാലാ 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 ലാ, ലാലാ 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 ലാ, ലാലാ ലാലാ ലാ. ഇനി നിർത്തലോ? എല്ലാവരും നിർത്തിയ. നല്ലൊരു പാട്ടായിരുന്നു, നല്ല മൂഡിൽ വന്നായിരുന്നു. അതെ, എല്ലാരും കൂടി വെള്ളാരപ്പള്ളിയെ വെള്ളം കുടിപ്പിക്കാൻ നോക്കണ്ട. താൻ വെള്ളാരപ്പിള്ളിയല്ല, വെള്ളാന.
ഞാൻ വെള്ളാനയല്ല, ഒറ്റയാനാ. ഈ നിൽക്കുന്ന ഒരു പാപ്പന്മാർക്കും എന്നെ തളക്കാൻ സാധിക്കത്തില്ല. ഇവിടെ സാമൂഹ്യ നീതി ഉറപ്പ് വരുത്തിയേ പറ്റൂ. അതേപോലെ തന്നെ ഞങ്ങളുടെ ചെത്ത് പിള്ളേർ ചെത്തി ഇറക്കുന്ന കള്ള മിൽവാ ബൂത്തുകളിലൂടെ വിതരണം ചെയ്യണം. കള്ള കേരളത്തിന്റെ ദേശീയ പാനീയമാക്കണം. എന്നാ പിന്നെ കള്ളിൽ കിടക്കുന്ന ഈച്ചകളെ ദേശീയ പക്ഷികളൂടി ആക്കാം. കള്ളുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ മഹാന്റെ പിൻഗാമികളായ നിങ്ങൾക്ക് കള്ളിനെ കുറിച്ച് പറയാൻ നാണമില്ലേ? അതെ, അപ്പറഞ്ഞത് കറക്റ്റാ. അങ്ങനെയല്ല. കള്ളുണ്ടയാക്കരുത്, അതായത് ശർക്കരയാക്കരുത്. കുടിക്കരുത്, അതായത് നമ്മൾ കുടിക്കരുത്. കൊടുക്കരുത്, വെറുതെ കൊടുക്കരുത്, കാശിന് കൊടുക്കണം. ആ മാർഗം തന്നെയാണ് ഞങ്ങളും പിന്തുടരുന്നത്. കള്ള് കള്ള് എന്ന് പറഞ്ഞു ചാകാൻ നടക്കുകയാണല്ലേ? കള്ള കള്ള കൊച്ചു കള്ള, നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ഇതൊന്നും കേട്ടിട്ട് മുഖ്യനൊന്നും പറയാനില്ലേടൂ. അത് വെള്ളാർപ്പള്ളി പറയുന്നതിൽ കാര്യമില്ലാതില്ല. ഞാൻ ആദ്യം ഈ കള്ളൊന്ന് കുടിക്കട്ടെ, കുടിച്ച് പഠിക്കട്ടെ, എന്നിട്ട് ഡൽഹിയിലെ പത്രക്കാരെ വിളിപ്പിച്ച് ഇതൊന്ന് വിളമ്പി നോക്കട്ടെ, എന്നിട്ട് വല്ല ഗുണമുണ്ടെങ്കിൽ പറയാം. എടോ വെള്ളാരപ്പിള്ളി, ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത ഇലക്ഷനിൽ താൻ ഞങ്ങളുടെ കൂടെ നിന്നു, വിജയം ഉറപ്പാടൂ. തനിക്ക് ആവശ്യമുള്ളതല്ല ഞങ്ങൾ തരാം. ഞങ്ങളുടെ കൂടെ നിന്നാൽ എന്താ കുഴപ്പം? ജയിക്കില്ലേ? മിസ്റ്റർ വെള്ളാരപ്പള്ളി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. അതെ, അച്ഛൻ ആശ്രിത വത്സലനാണ്, അച്ഛനെല്ലാം തരും. ഭഗവാനെ, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം ഇവൻ പറഞ്ഞു. സന്തോഷമായി. വെള്ളാരപ്പള്ളി, താൻ ഞങ്ങളുടെ കൂടെ നിൽക്ക്. വെള്ളാരപ്പള്ളി ഞങ്ങളുടെ കൂടെ നിൽക്കണോ? വെള്ളാർപ്പള്ളി സർക്കാരിന്റെ കൂടെ നിൽക്കണം. വെള്ളാരപ്പള്ളി ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. എടോ താൻ ഞങ്ങളുടെ കൂടെ നിൽക്കണോ? വെള്ളാരപ്പള്ളി അച്ഛന്റെ കൂടെ നിൽക്കും. ഇങ്ങോട്ട് വരാനേ. ഇങ്ങോട്ട് അച്ഛന്റെ കൂടെ വാടൂ. നിന്നാ മതി. ഇത്രയും കാലം ഇരു കൂട്ടരും ഞങ്ങളെ വെച്ച് മുതലെടുത്തില്ലേ, ഇനി ഞങ്ങളൊരു കളി കളിക്കാൻ പോവുക. ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. ഞാനും പണിക്കരും ഒന്നിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ജയിക്കും. ഇത് സത്യം സത്യം സത്യം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഗുഡ് ബൈ. വളച്ചടോ, വളത്ത്. അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം, പക്ഷെ അടയ്ക്കാമരമായാലോ? ഒന്നും നോക്കരുത്, വെട്ടേക്കീറി വേലി കെട്ടിയേക്കണം. അച്ഛാ, ഗുണ്ടാളെ വിളിക്കട്ടെ. അല്ല, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ കുട്ടികളെ വിളിക്കുന്നേ? വെറുതെ നമ്മൾ ഇങ്ങനെ തമ്മിൽ തല്ലി ചാകാതെ എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗ്ഗമേ കാണുന്നുള്ളൂ. എന്താടൂ? കേന്ദ്രത്തിൽ നാം ഒന്നിച്ചതുപോലെ കേരളത്തിൽ നാം ഒന്നിക്കണം. നമ്മൾ ഒന്നിച്ചാൽ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താനാവില്ല. അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. താൻ എന്തു പരിഹാരമാണോ കണ്ടുപിടിച്ചിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് 2 പേരെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങെത്തും. ആരൊക്കെയാണോ ഈ 2 പേർ? മോണിയാജിയും മധുമോഹൻ സിംഗും. അവരിങ്ങെത്തി. मेरी नमस्कार। നമസ്കാരം. 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 അല്ല മോണിയാജി, ഈ മധുമോഹൻ ജി എത്തിയില്ലേ? 1 सेकंड, देखो प्रधानमंत्री आड़ी आड़ी आ रहे हैं। बोलो बोलो नमस्कार बोलो। നമസ്കാർ 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 നമസ്കാർ. ശരി ശരി, നമസ്കാരമൊക്കെ ഉറവെച്ച്. ഈ മധുമോഹൻ ജി എന്താ വേറൊന്നും പറയാത്തത്? 1 सेकंड, केरल का पुതിയ പ്രശ്നം क्या है? पूछो पूछो। കേരള കാ പുതിയ പ്രശ്നം ക്യാ ഹേ? പൂച്ച मैं പൂച്ച. കേരളത്തിലെ പുതിയ പ്രശ്നം മുഖ്യമന്ത്രിയാണ്. മിനിറ്റ് മൊഴി മാറ്റുന്ന ഈ മുഖ്യമന്ത്രിയെ മാറ്റണം. അതെ, ഇയാളെ മാറ്റണം. ഈ കാരണവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ഇവിടുന്ന് മാറ്റണം. हम तुम एक कमरे में बंद है, बोलो। हम तुम एक कमरे में बंद है, बोली. നമ്മൾ ഒരുമിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പാമ്പും കീരിയും തമ്മിൽ ഒന്നിക്കും, എലിയും പൂച്ചയും തമ്മിൽ ഒന്നിക്കും, പക്ഷെ ഇവര് തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല. ആരുടെ കൂടെ ഒന്നിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ കാരണവരെ ഇവിടുന്ന് മാറ്റണം. എന്നെ മാറ്റിക്കൊണ്ട് ഇവിടെ ആരെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആരുടെ കൂടെ വെള്ളം ചേരാം, പക്ഷെ മുഖ്യമന്ത്രിയെ മാറ്റണം. മുഖ്യമന്ത്രി മാറ്റുന്ന പ്രശ്നമില്ല. ഒരു ഫോർമുല ഞാൻ പറയാം. അതായത്
അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആർക്കും എതിരില്ലാത്ത ഞാൻ തന്നെയാണ് തയ്യാറായല്ലോ. അതങ്ങ് പള്ളിയിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ പറഞ്ഞാൽ മതി. മതിയുടെ ഏത് പള്ളിയിലെ ഒഴിവാക്കിയിട്ട് എന്നെ നിർത്തു. ദേ നോക്ക്, നമ്മുടെ ഗാന്ധിജി ഇറങ്ങി പോകുന്നു. ആരാണ് അച്ഛാ ഈ അപ്പൂപ്പൻ? ഉണ്ടായില്ലടാ. അല്ലയോ മഹാത്മാവേ, ഇതെങ്ങോട്ട് പോകുന്നു? നിർത്താൻ. ഞാൻ പോവുകയാണ്, ബ്രിട്ടനിലേക്ക് പോവുകയാണ്. എനിക്ക് ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിക്കണം. അങ്ങെന്തിനു ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിക്കണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാൻ മുൻകൈ എടുത്തത് ഞാനാണ്. ഇതൊക്കെ കാണുമ്പോ അത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം. പണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ ഞാൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. ഇന്ന് ഇന്ത്യക്കാരോട് ഞാൻ പറയുന്നു, രക്ഷപ്പെടണമെങ്കിൽ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക, ഇന്ത്യ വിടുക, ഇന്ത്യ വിടുക, ഇന്ത്യ വിടുക. 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയന രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു.